ഹലോ കൂട്ടുകാരെ, ഇതുകൊണ്ട് ധാരാളം കറ്റാർ വാഴ തൈകൾ ഉണ്ടാകാൻ കണ്ടോ. പാറപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മണലിട്ട് കൊടുക്കുക, ധാരാളം തൈകളുണ്ടാവും. അത് മാത്രമല്ല കണ്ടോ, ഓരോ കറ്റാർ വാഴ തണ്ടിനും നല്ല നീളം വെക്കും. കണ്ടോ എന്നാ നീളമാണെന്ന് നോക്ക്. നല്ല ജെല്ല് നിറഞ്ഞ് നിൽക്കുന്നു, നല്ല വണ്ണവും നീളവും എല്ലാം. കണ്ടോ എത്ര തൈകളുണ്ടായി നോക്ക്. ഞാൻ പാറപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നതാണ്, അതല്ലേ പിന്നെ മണലിട്ട് കൊടുത്താൽ മതി. എത്ര തൈകളാന്ന് നോക്ക്. നല്ല രസമല്ലേ കാണാൻ, നല്ല മരുന്നല്ലേ അത്. സൗന്ദര്യത്തിന് ഉപയോഗിക്കാം, മുഖത്ത് തേക്കാം. എത്ര തൈകളാണ്. പണ്ടൊരിക്കൽ ഞാനിത് 5-8 വർഷമായി കാണും. ഒരു ബാംഗ്ലൂർ താമസിച്ചപ്പോൾ അവിടുന്ന് ഒരു തണ്ട് മേടിച്ചുകൊണ്ട് വന്ന ഒരു കുഞ്ഞ് തൈ. അത് നട്ടുപിടിപ്പിച്ച് മാറ്റി നട്ട് ഇത്രയായി. എടോ നല്ല രസമല്ലേ കാണാൻ. സൗന്ദര്യവർദ്ധക ക്രീമുകളുണ്ടാക്കാം, ജെല്ലുണ്ടാക്കാം, മൂക്കുരു പോകാൻ ജെല്ലുണ്ടാക്കി പറ്റാം, ഷാമ്പൂ സോപ്പൊക്കെ ഉണ്ടാക്കാം. ഒരു വീട്ടിൽ ഇങ്ങനെ കറ്റാർവാഴപ്പോള വേണ്ടിയത് ഒരാവശ്യമാണ്. അലോവേര ജെല്ല് നല്ലതല്ലേ. അധികം താത്ത് നടണ്ട, ഇച്ചിരി താഴത്തെ തണ്ടൊക്കെ ഇച്ചിരി മണലിൻ്റെ മുകളിൽ വെച്ച് നടണം. വെള്ളമൊന്നും അധികം വേണ്ട, വളമൊന്നും വേണ്ട. വല്ലപ്പോഴും ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കും, പുളിച്ച കഞ്ഞിവെള്ളം. എൻ്റെ തണ്ടയിലെല്ലാം വെള്ളം ശേഖരിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വല്ല കാലത്തൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ നല്ല കട്ടിക്ക് നല്ല നീളമായിട്ട് നിറയെ ജെല്ല് കിട്ടും. മുള്ള് 2 വശത്തെയും ചാത്തി കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ജെല്ലെടുത്ത് ഉപയോഗിക്കാം. തൊണ്ടും വേണേൽ കളയാം. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.